ഹലോ ഫ്രണ്ട്സ്, ഗേറ്റ് 2023 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നും ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ ഡൗട്ടുകളും പ്രശ്നങ്ങളും നേരിടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ലൈവ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു എന്താ പറയുക ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, മെയിൻ സ്റ്റെപ്പുകളും കാര്യങ്ങളും മാത്രമാണ് പറയുന്നത്. അതിന് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ബ്രൗസർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം നിങ്ങൾക്ക് ഏതൊക്കെ സൈസിലാണ് ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ സിഗ്നേച്ചർ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതിന്റെ സൈസും എത്ര റെസൊല്യൂഷൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ആദ്യം തന്നെ നിങ്ങൾ അത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഓൺലൈനിൽ അത് കൺവേർട്ട് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസും കാര്യങ്ങളും പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണെങ്കിൽ അതിൽ പറഞ്ഞ KB കൺവേർട്ട് ചെയ്യുന്ന ഓൺലൈൻ സൈസ് റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ആപ്പുകളും അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ സർവീസുകളൊക്കെ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയുടെ സൈസും എന്താ പറയുക റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള റെസൊല്യൂഷനിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ വർഷം നിങ്ങൾക്ക് അറിയാം നമ്മുടെ IIT കാൺപൂരാണ് ഈ വർഷം ഗേറ്റ് എക്സാം നടത്തുന്നത്. അപ്പം നിങ്ങൾ ഡയറക്റ്റ് IITK ഗേറ്റ് 2023 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യൽ സൈറ്റ് കിട്ടും. അതാണ് GateIITK.ac.in. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഗേറ്റിന്റെ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഗേറ്റ് എക്സാം എന്താണെന്നും ഗേറ്റിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചർച്ച ചെയ്തതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഡയറക്റ്റ്ലി ഗേറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഗേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഓൺലൈൻ രജിസ്ട്രേഷൻ, ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം, പേ ആപ്ലിക്കേഷൻ ഫീ. അപ്പോൾ മൂന്നെണ്ണമാണുള്ളത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഉണ്ട് ഫസ്റ്റ്, പിന്നെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ അകത്ത് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാറുണ്ട്, പിന്നെ ആപ്ലിക്കേഷൻ ഫീ അത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഓൾറെഡി നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേരും ഇമെയിൽ ID യും ഫോൺ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് എങ്ങനെ കാണിച്ചു തരാം. അതിന് ഫർദർ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് എന്താ പറയുക ഓരോ ഓർഡർ ആയിട്ട് ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തതൊന്നും ഇതിനകത്ത് കണക്കിലെടുക്കില്ല. നമ്മൾ ഈ ഫ്രഷ് ആയിട്ടാണ് 2023 നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂ യൂസർ രജിസ്റ്റർ ചെയ്യുക എന്നാണ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഉണ്ടാവും ന്യൂ യൂസർ രജിസ്റ്റർ ചെയ്യുക. അവിടെ നമ്മുടെ പേര് കൊടുക്കുക. പേരെന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താഴെ ഇങ്ങനെ നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് എന്നോട് വന്നിട്ട്, പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ കറക്റ്റ് എക്സാക്ട് പേരായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നെയിം വിൽ അപ്പിയർ ഇൻ ദ ക്വാളിഫൈങ് കാർഡ് ഓൾസോ. ഓക്കെ, അതായത് നമ്മൾ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കാർഡിനകത്ത് വരുന്ന പേര് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ SSLC ബുക്കിലും എന്താ പറയുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ പേര് കൊടുക്കുക. ഓക്കെ, അതിനാണ് ഇവിടെ ജസ്റ്റ് പറഞ്ഞിട്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് യുവർ നെയിം ഈസ് സച്ചിൻ ബാബു OP, ദിസ് നെയിം വിൽ അപ്പിയർ ഇൻ ഗേറ്റ് 2020 കാർഡ് ഫസ്റ്റ് കണ്ടിന്യൂ. അപ്പോൾ അഡ്മിറ്റ് കാർഡിനകത്തും സ്കോർ കാർഡിനകത്തൊക്കെ ഇത് തന്നെയാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഓക്കെ, ഇത് വെരിഫിക്കേഷൻ ആണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അതുപോലെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ എന്താണ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫർദർ ആയിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഫോൺ നമ്പർ എന്താണെന്ന് വെച്ചാൽ ഓക്കെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഫോൺ നമ്പർ കൺഫർമേഷൻ ഫോൺ നമ്പർ അതിനകത്ത് കോഡൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചൂസ് എ പാസ്വേഡ് ആസ് പെർ സ്പെസിഫിക്കേഷൻ. ഇവിടെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ചൂസ് എ പാസ്വേഡ് ദാറ്റ് കനോട്ട് ബി ഗസ്ഡ് ഈസിലി, ഷുഡ് നോട്ട് ബി യുവർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഓർ സം സ്ട്രിങ് ഓഫ് നമ്പേഴ്സ് ലൈക്ക് 1 2 3 4. അതായത് റെഗുലർ ആയിട്ടുള്ള ഓർഡറിലുള്ള നമ്പർ കൊടുക്കാതിരിക്കുക. അതുപോലെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഫോൺ നമ്പറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. So as a trainer, the data will be provided as access to any percentage. Length password should be 8 മുതൽ 15 വരെ ഉള്ള ക്യാരക്ടേഴ്സ് ലൈൻ കൊടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ആ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഫർദർ മുമ്പോട്ട്. അതിന് താഴെ ഒരു ഇവാലുവേഷൻ കാണുന്നുണ്ട്. 9-3 ആണ്. ഓരോ ഡിപ്പെൻഡ് അപ്പോൺ ദ ക്യാപ്ചർ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കൊടുക്കുക, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയി. ഓക്കെ, താങ്ക് യു ഫോർ രജിസ്റ്ററിങ് ഗേറ്റ് 2023 SMS ആൻഡ് ഇമെയിൽ അഡ്രസ്. അതായത് നമുക്കിപ്പം ഒരു ഫോൺ നമ്പർ വെരിഫൈ ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഇമെയിൽ ID വെരിഫൈ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അഡ്രസ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പം അത് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഇമെയിൽ പോവാം.
ഇമെയിൽ ഇതാ ഗേറ്റിൽ വന്നിട്ടുണ്ട്. അത് യുവർ ഇമെയിൽ അഡ്രസ് ഇസ് ബീൻ ഓൺ, അത് ഗേറ്റിൽ രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിന് എൻറോൾമെന്റ് ID തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, OTP ഫോർ വെരിഫിക്കേഷൻ അത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോണിനകത്തും വന്നിട്ടുണ്ടാവും മെസ്സേജ് ആയിട്ട്. ഓക്കെ, നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് ഫോണിനകത്ത് ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ വന്ന്, അതായത് ഇവിടെ എൻവോൾവ്മെന്റ് ID ഇത്രയാണ്. സി, ഈ സാധനം കോപ്പി ചെയ്യാം. ഇത് നമുക്കിവിടെ അത് എന്ത് വേണേൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ്. ഓക്കെ, വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, before starting Gate 2000 application, please ensure that you have gone through the Gate 2020 information process. അത് ഞാൻ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഇൻഫർമേഷൻ ബ്രൗസർ ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് ഫോട്ടോസിന്റെ സൈസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫർദർ മുമ്പോട്ട് പോവുക. ഓക്കെ, അത് അപ്ലൈ ചെയ്യണം. അപ്പം ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഗേറ്റ് വായിച്ചെന്നുള്ള കാര്യങ്ങൾ ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ഇതിനകത്ത് 1, 2, 3, 4, 5 സ്റ്റേജാണ്. 5 സ്റ്റേജസ്. 5 സ്റ്റേജസിൻ്റെ അകത്ത് ഒരു 4 സ്റ്റേജ് വരെ ഞാനിപ്പോൾ പറഞ്ഞു. ബാക്കി 5ാമത്തെ സ്റ്റേജ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. കറന്റ് ഞാൻ ആ ഡോക്യുമെന്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 4 സ്റ്റേജ് വരെ പറയാം. 5ാമത്തെ സ്റ്റേജ്, അതായത് നിങ്ങൾക്ക് എവിടെ നിർത്തുന്നോ അതിന് ശേഷമുള്ളത് നിങ്ങൾക്ക് അടുത്ത സെഷനിൽ ചെയ്താൽ മതി. ജസ്റ്റ് നിങ്ങൾ ആ ലോഗിൻ ID ക്രെഡൻഷ്യൽ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സെലക്ട് നമ്പർ ഓഫ് പേപ്പേഴ്സ് യു വാണ്ട് ടു അപ്പിയർ. അതായത് ഇൻ കേസ് നിങ്ങൾ 2 പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ മുമ്പത്തെ ഓപ്ഷൻ മുതൽ വന്നിട്ടുണ്ടായിരുന്നു ഗേറ്റിനകത്ത് 2 പേപ്പർ എഴുതാനുള്ളത്. മെക്കാനിക്കൽ എഴുതുന്ന ആളുകൾക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് ആയ ഏതെങ്കിലും ലൈസൻസ് കോഴ്സസിന്റെ എക്സാം കൂടി എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഓക്കെ, XC പോലുള്ള അതുപോലുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒരു പേപ്പറാണ് എഴുതുന്നത്, 2 പേപ്പറാണ് എഴുതുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ ഒരു പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് 1700 രൂപ കൊടുക്കണം. അതായത് നോർമൽ കാൻഡിഡേറ്റ്സ്, ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന് 1700 രൂപയാണ്. ഇൻ കേസ് 2 പേപ്പർ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ 3400 രൂപ കൊടുക്കണം. പേപ്പേഴ്സിന്റെ എത്ര പേപ്പർ എഴുതുന്നുണ്ട് അതിനനുസരിച്ച് അമൗണ്ട് നിങ്ങൾ പേ ചെയ്യണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ചില പേപ്പർ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എക്സാമിനേഷൻ കൺട്രി ഏതാണ്, എക്സാമിനേഷൻ സിറ്റി നിങ്ങളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സിറ്റി സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ 1 പേപ്പറാണ് ചൂസ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ഏതാണ് നമ്മളെ പേപ്പർ നോക്കുക. ഓക്കെ, 29 പേപ്പർ ടോട്ടൽ ഉണ്ടാവും. അതിനകത്ത് ഞാൻ എഴുതുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ME ആണ്. അതുപോലെ തന്നെ അപ്പം തന്നെ അതായത് നമ്മൾ എഴുതുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അടുത്തത് എക്സാമിനേഷൻ കൺട്രിയാണ്, ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ എക്സാം ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സാമിനേഷൻ സിറ്റി, ഞാൻ എൻ്റെ കറണ്ട് സിറ്റി ആണെങ്കിൽ കോഴിക്കോട്, ഓക്കെ, അല്ലെങ്കിൽ കാലിക്കറ്റ്. ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്തെടുക്കും. കോഴിക്കോടാണ്. രണ്ടാമത് കൊടുക്കുന്നത് തൊട്ടടുത്ത് എനിക്ക് അടുത്ത് പോകാൻ പറ്റുന്ന രീതിയിൽ നിന്ന് കണ്ണൂരും പിന്നെ തൃശ്ശൂർ. ഏറ്റവും പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തടുത്തുള്ള 2 സിറ്റീസ് ഞാൻ കൊടുത്തുന്നുള്ളൂ. അപ്പം അതിനകത്ത് അത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് കൊടുത്തതിന് അതിനകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, കൊടുത്തു. നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, എന്താ പറയുക, പിന്നെ കാറ്റഗറി, നാഷണാലിറ്റി, ജനറൽ ആണോ, കാറ്റഗറി OBC NCL അതായത് നോൺ ക്രിമി ലെയർ ആണോ എന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അതുപോലെ കൺട്രി ഓഫ് പെർമനന്റ് അഡ്രസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു വാലിഡ് എന്താ പറയുക ID പ്രൂഫ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ആധാർ ആണെങ്കിൽ ആധാർ കൊടുക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിൽ ഇത് കൊടുക്കുക, പാൻ കാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവിടെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുള്ളൂ. ബാക്കി എൻ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അത് ജസ്റ്റ് വായിച്ചു നോക്കുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് പാരന്റിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതുപോലെ പാരന്റ് വേറെ കൺട്രിയിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അഡ്രസ് ഓഫ് കറസ്പോണ്ടൻസ്. അപ്പോൾ പെർമനന്റ് അഡ്രസ് നമ്മൾ കൊടുത്തു. ഇപ്പം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ക്വാളിഫൈഡ് ഡിഗ്രി. ഇവിടെയാണ് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നത്, BTECും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കോളേജ് പിൻകോഡ്, നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോളേജ്, അതായത് ഇവർ ഡയറക്ട്ലി ആക്സസിബിൾ ആണ്. അതായത് നമ്മുടെ ഡിഗ്രി വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ കോളേജ് ഉള്ള സ്ഥലത്തിന്റെ പിൻകോഡ് കാര്യങ്ങളൊക്കെ, അതപ്പോൾ നിങ്ങൾ പഠിച്ച കോളേജ് ഏതാണെന്ന് വെച്ചാൽ അതിന് ബിടെക് പഠിച്ച കോളേജിൽ. ഓക്കെ, അപ്പോൾ ബിടെക് ആണ് ബേസിക് കോളേജ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. പിന്നെ MSc കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് അവരതിൻ്റെ രീതിയിൽ നോക്കും. ഓക്കെ, കൺട്രി, കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി, അതുപോലെ സ്റ്റേറ്റ്, അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അബൌട്ട് ദ കോളേജ്, നമ്മുടെ കോളേജിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് കൊടുക്കുക. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ റോൾ നമ്പർ ഉണ്ടാവും, നമുക്ക് ആ സർട്ടിഫിക്കറ്റ് അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ കിട്ടും. അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഡിഗ്രി ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ BE, BB, SC ഒരുപാട് ഡിഗ്രീസ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡിഗ്രീസിന്റെ അകത്തുനിന്ന് നമുക്ക് ഏതാണ് ക്വാളിഫിക്കേഷൻ, അതായത് ഇൻ കേസ് ബിടെക് കഴിഞ്ഞ് MTech എടുത്ത ആളുകളാണെങ്കിൽ MTech നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ ക്വാളിഫിക്കേഷനും ഗ്രാജുവേറ്റിന്, അതായത് നിങ്ങളിപ്പം 5 ഇയേഴ്സ് ആണോ അല്ലെങ്കിൽ 3 ഇയേഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ ഗ്രാജുവേറ്റഡ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ ആണെങ്കിൽ ഇനി ഏത് വർഷമാണ് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ ക്വാളിഫൈഡ് ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഏത് വർഷമാണ് ക്വാളിഫൈഡ്, അപ്പോൾ 2024 ക്വാളിഫൈ ചെയ്യുന്നവർക്ക് വരെ ഈ ഒരു ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ബാക്ക് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ള കാര്യം ഞാൻ പറയാൻ കാരണം ഇതാണ്. കാരണം നിങ്ങൾ ബാക്ക് പേപ്പേഴ്സ് 1-2 വർഷത്തിനുള്ളിൽ എഴുതിയെടുക്കുന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2024 ക്വാളിഫൈ എന്നുള്ള രീതി കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി ഉണ്ടാണ്, ഇപ്പോൾ KT ആണെങ്കിൽ KT കൊടുക്കാൻ, MG ആണെങ്കിൽ MG, കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ്, അതുപോലെ തന്നെ കോളേജിന്റെ നെയിമും കാര്യങ്ങളും കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കാനുള്ളത്. പിന്നെ അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന കാര്യം ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫ് കൊടുക്കണ്ട, ഫോട്ടോഗ്രാഫിന്റെ ഹൈറ്റ് ആൻഡ് റേഷ്യോ. ഓക്കെ, ഹൈറ്റ് ആൻഡ് 240x320 ആണ് അസെപ്റ്റ് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ സൈസ് പറയുന്നുണ്ട് 5 KB മുതൽ 200 KB വരെ ഫോട്ടോഗ്രാഫിന്. അതുപോലെ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ സൈസിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുന്ന ഓൺലൈൻ സൈറ്റുകളുണ്ട്. ഓക്കെ, റീസൈസ് യുവർ ഫോട്ടോ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടാണെങ്കിൽ ഓൺലൈൻ ഫോട്ടോ റീസൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം റീസൈസ് ഇമേജ് എന്നിട്ട് ഏതെങ്കിലും ഒരു ഇതിൽ കാണുന്നത് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിനകത്തുള്ള കാര്യങ്ങൾ എന്താ പറയുക, ഏത് സൈസിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ സിഗ്നേച്ചറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ID പ്രൂഫ് എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആധാർ ആണെങ്കിൽ ആധാർ, അല്ലെങ്കിൽ പാൻ കാർഡ് ആണെങ്കിൽ പാൻ കാർഡ്, ഈ കാര്യം കൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെയൊക്കെ സൈസ് പറഞ്ഞിട്ടുണ്ട്. സിഗ്നേച്ചർ ആണെങ്കിൽ 80 മുതൽ 250 വരെയാണ് അസെപ്റ്റ് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ അതിന്റെ സൈസ് പറഞ്ഞാൽ 3 KB മുതൽ 200 KB വരെ. ഇൻ കേസ് ID പ്രൂഫ് ആണെങ്കിൽ എന്തെങ്കിലും ആധാർ കാർഡിന്റെ കോപ്പി ആണെങ്കിൽ അത് 10 KB മുതൽ 60 KB വരെ ഒരു PDF ഫയലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആധാർ കാർഡ് PDF ആയിട്ടാണ് വരുന്നത്. ബാക്കി 2 JPG അല്ലെങ്കിൽ ഇമേജ് ഫോർമാറ്റ് ആണ് വരുന്നത്. ഓക്കെ, വെരി ഡു ഹിയർ ഫ്രം ദ ഗേറ്റ് ചെയ്തതിനെ പറ്റി എവിടെ നിന്നാണ് കേട്ടത്? ഇൻ കേസ് നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്നാണ് കേട്ടതെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ കോളേജിൽ നിന്നാണ് കേട്ടെങ്കിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടാവും. ഇന്റർനെറ്റിലാണെങ്കിൽ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇൻ കേസ് അതൊന്നും അല്ലെങ്കിൽ അതേഴ്സ് ആണ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ 5 സ്റ്റേജസ് കഴിഞ്ഞ ശേഷം മാത്രമാണ് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുക. അപ്പം ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഞാൻ ഫില്ല് ചെയ്യാണ്ട്, അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് പറയാത്തത്. നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. കാരണം നമുക്ക് ഓരോ അപ്ഡേറ്റ് എൻ്റർ ചെയ്യാനുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യുക, എന്നിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ അപ്ലൈ ചെയ്തല്ലോ, ഇനിയിപ്പോൾ പ്രിപ്പയർ ചെയ്യാതിരിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കുക. കാരണം അവസാനത്തേക്ക് എനിക്കിത് വേണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെന്തായാലും ഒരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം 100% ഷുവറാണ്. കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം പഠിക്കാനുള്ള പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏകദേശം 5 മാസം സമയം നമ്മുടെ കയ്യിലുള്ളത് 5 മാസം സമയമാണ്. ഈ 5 മാസം സമയം കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, 4 വർഷം ബിടെക് പഠിച്ച കാര്യങ്ങളിൽ ഒരുവിധം എല്ലാ ഏരിയാസ് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് പഠിച്ചാലും ഈ ഒരു സമയം നിങ്ങൾക്ക് മതിയാവാതെ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നു അത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങും. ഈ ഞാൻ പറയുകയാണെങ്കിൽ എൻട്രീന്റെ ഗേറ്റ് കോഴ്സിന് ഇപ്പോൾ ഗേറ്റ് കോഴ്സിന് എടുക്കുകയാണെങ്കിൽ ഏകദേശം 2023 ഗേറ്റ് കോഴ്സിന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തെ MTechന്റെ സ്റ്റൈപ്പൻഡിനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അലൗഡ് ആക്കി തരാൻ ഞാൻ പറയും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരു മാസത്തെ ഏകദേശം സ്റ്റൈപ്പൻഡ് പറഞ്ഞാൽ 12,000-13,000 രൂപേൻ്റെ അടുത്തുണ്ടാവും. അതിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരാൻ ഞാൻ പറയാം. ഏകദേശം 5 മാസത്തോളം വാലിഡിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാം എഴുതുന്നവരെ അവൈലബിൾ ആകും. ഓക്കെ, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ മാക്സിമം എഫോർട്ട് എടുത്ത് പഠിക്കുക. ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോളേജ് നിങ്ങൾ MTech എടുത്തോ നിങ്ങൾക്ക് ഈ സ്റ്റൈപ്പൻഡോട് പഠിക്കാൻ പറ്റും. ഓക്കെ, 12,400 രൂപയാണ് സ്റ്റൈപ്പൻഡ് വരുന്നത് ഞാൻ പറയട്ടെ. ഓക്കെ, ആ 12,400 രൂപേനേക്കാൾ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് ഓഫർ ചെയ്യാൻ ഞാൻ പറയുന്നത്. ക്രാഷ് കോഴ്സ് ആണ്.
മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാക്സിമം എക്സാമുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഒരു 100% കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഷുവർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ സച്ചിൻ, സൈനിങ് ഓഫ്.